സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിസന്ധിയിലായി സംസ്ഥാന സർക്കാർ. സിപിഐയും വനംവകുപ്പും എതിർപ്പ് ശക്തമാക്കുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. തിരിച്ചടിയേറ്റത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി സ്വന്തം പേരിൽ നടപ്പിലാക്കാനുള്ള നീക്കത്തിന്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളെ എതിർത്തു തോൽപ്പിക്കുക, പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ അതേ പദ്ധതികൾ നടപ്പിലാക്കി ന്യായീകരിക്കുക. CPM പിന്തുടർന്ന ഈ മാതൃക തന്നെയാണ് സീപ്ലെയിൻ പദ്ധതിയിലും ഉണ്ടായത്. ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹ്രസ്വദൂര വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഉഡാൻ പദ്ധതി പ്രകാരമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലവിമാന പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ കേരളത്തിൽ പതിവ് പോലെ പേരുമാറ്റി നവകേരള പ്ലെയിൻ പദ്ധതി അവതരിപ്പിച്ച് ടൂറിസം വകുപ്പിന് പേരെടുക്കാനായിരുന്നു നീക്കം. എന്നാൽ 10 വർഷം മുമ്പത്തെ നിലപാടിൽ നിന്ന് മുന്നണിയിലെ രണ്ടാമനായ CPI പിന്നോട്ട് പോകാൻ തയ്യാറാകാത്തത് സർക്കാരിനെ വെട്ടിലാക്കി. നിലപാട് മാറാൻ കാരണമെന്തെന്നാണ് CPI ചോദിക്കുന്നത്. ഇനിയിപ്പോൾ കാര്യങ്ങൾ LDFിൽ ചർച്ച ചെയ്തിട്ട് മതിയെന്നും CPI നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഡാമുകളിൽ നിന്ന് ഡാമുകളിലേക്കാണ് വിമാനം സർവീസ് നടത്തുന്നതെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിശദീകരണവും CPIക്ക് ബോധിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സീപ്ലെയിൻ പദ്ധതിക്കെതിരെ സമരപരിപാടിയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് CPI തൊഴിലാളി സംഘടനയായ AITUC. പദ്ധതിക്കെതിരെ AITUCയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും ആരംഭിച്ചു. സീപ്ലെയിൻ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പ്രചരിപ്പിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളികളെ ഇളക്കിവിട്ടതും ഇപ്പോൾ CPMനെ തിരിച്ചുകുത്തുന്നുണ്ട്. അതേ ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുമ്പോൾ പാർട്ടിക്ക് മറുപടിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വനം വകുപ്പിന്റെ എതിർപ്പും പദ്ധതി നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.